അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നിട്ടുള്ളത് കുറച്ച് ചിക്കൻ കാലുകളാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. നോമ്പിനൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരത്തെ ചായൻ്റെ പലഹാരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരിഞ്ഞ് വെക്കുകയാണ്. ഞാനത് വരിഞ്ഞ് കൊടുക്കണം. ഇതില്ലാതെ ഞാൻ വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇരിക്കാനൊരു ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. ചിക്കൻ ക്യൂബിൽ തന്നെ നല്ല ഉപ്പുണ്ടാവും. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് പട്ടാപ്പൂവ് ഏലക്കായ പൊടിച്ചത്, അത് മൂന്നും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് തിരുമ്മി അരമണിക്കൂർ വെക്കുക. ശരിക്ക് ചിക്കൻ ക്യൂബൊക്കെ ശരിക്ക് ഒന്ന് നല്ലോണം കൈകൊണ്ട് തിരുമ്മിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കണം. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ മല്ലിച്ചപ്പ്, കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി കഷ്ണം 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളുള്ളി, ഇതിന് ഒരു 5 or 6 അല്ലികൾ ഇട്ടാൽ മതി. ഇതെല്ലാം കൂടി ഒന്നും വേണ്ട. പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങുണ്ട്, അത് പുഴുങ്ങിയിട്ട് കൂട്ടാനുള്ളതാണ്. പിന്നെ ചെറിയ 4 സവോള, കറിവേപ്പില, പച്ചമുളക് ഒന്നേ ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് പേരക്കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് വല്ലാതെ എരിവ് അല്ല പറ്റൂല. പിന്നെ അത് വെള്ളം കുടിക്കും. പിന്നെ അതിൻ്റെ അരപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ആ ചിക്കൻ കാല് മാത്രം കടിച്ച് നിന്നാ നിൽക്കും. അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം. എല്ലാതും അരിഞ്ഞ് കഴിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഞാൻ അരിഞ്ഞെടുത്തൊക്കെ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 ടീസ്പൂണ്, ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പൊരിക്കാൻ ഒക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ പൊരിച്ചു കോരൽ. അപ്പോൾ ഇനി ചിക്കൻ നമ്മൾ തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് പൊരിച്ചെടുക്കണം. 2 ഭാഗം ഒരു 4 മിനിറ്റൊക്കെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ച് കോരിയാൽ മതി. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അത് ശരിക്ക് വേവണം, ചിക്കൻ ശരിക്ക് വേവണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേവിക്കൂല. പിന്നെ നമ്മളത് പൊതിഞ്ഞിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക. ഇനി അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അതങ്ങനെ മറിച്ചിട്ടാണ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ശരിക്കും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗം മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. ഇനി ഞാനത് കോരി വെച്ചു. ഇനി നമുക്ക് ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ച പിന്നെ സവാള ഇതൊക്കെ ഉണ്ടല്ലോ, അത് ഈ എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്നാണ് വഴറ്റിയെടുക്കണം. ആദ്യം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ അത് ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ആ പച്ചച്ചൊവന്ന് മാറിക്കിട്ടണവരെ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. അതിന് ശേഷത്തേക്ക് സവാള ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പേ ഞാൻ അതിൽ ഇട്ട് കൊടുക്കണുള്ളൂ. ഇതിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. മറ്റേ ചിക്കനിൽ ആ ചിക്കൻ ക്യൂബിൻ്റെ ഉപ്പുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഏറിപ്പോവും. പിന്നെ അതൊക്കെ ഒരുവിധം വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മല്ലിച്ചപ്പ്, അതേപോലെ കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത് അതും കൂടി ചേർത്തി കൊടുത്തു. പച്ചമുളക് ഞാൻ ആകെ 1 ഇട്ടിട്ടുള്ളൂ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പട്ടാപ്പൂവ് ഏലക്കായ പൊടിച്ചത് 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്. ഇനി എരിവൊക്കെ എരിവിനനുസരിച്ചിട്ട് 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പച്ചമുളകൊക്കെ കൂടുതലിട്ടാൽ അത്രയും ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ പേരക്കുട്ടിയുള്ളതുകൊണ്ട് വല്ലാതെ ഞാൻ എരിവിടാത്തത് അതാണ്. നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ പെട്ടെന്നായി കിട്ടും. അടച്ച് വെക്കേണ്ട ആവശ്യമല്ല. ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുക. ഇനി നല്ലോണം വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്താനുള്ളത് പിന്നെ
ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ. അത് നല്ലോണം തൊലി കളഞ്ഞിട്ട് ഇതിലൊന്ന് നല്ലോണം യോജിപ്പിക്കുക. ഇളക്കി പൊട്ടിച്ചു കൊടുത്തിട്ട് നല്ലോണം യോജിപ്പിക്കുക. ചെറുക്ക് കട്ലറ്റിനൊക്കെ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നല്ലോണം ഒന്ന് ശരിക്കൊന്ന് യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് അവിടെ മാറ്റി വെക്കുക. ഒന്ന് തണുത്ത് കിട്ടട്ടെ. തണുത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ കൈ കൊണ്ട് അതുകൊണ്ട് ശരിക്കും ചുറ്റിപ്പൊതിയാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് തണുക്കാൻ അനുവദിക്കുക. അപ്പോൾ നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ആ ഫാനിൻ്റെ ചൂട്ടത്തിൽ കൊണ്ടുവച്ചതാണ്. ഇനി ഈ ചിക്കൻ പൊരിച്ച ചിക്കൻ ഇതിമേ ഇത് ചുറ്റിപ്പൊതിയുക. കുറേശ്ശെ ഈ മാവ് എടുത്തിട്ട് ഇതുകൊണ്ടങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞാൽ മതി. ശരിക്ക് അതിൻ്റെ ആ ചിക്കൻ്റെ കാല് ഒഴിവാക്കണം. കാലിൻ്റെ അവിടെ പിടിച്ച് നമുക്ക് കടിച്ച് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ആ കാലിനെ ഒഴിവാക്കണം. ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഇങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞെടുക്കുക. അങ്ങനെ ഓരോന്ന് അങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞെടുക്കണം. നല്ലോണം ഒന്ന് ശരിക്കും അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടും. ഇനി ഇതേപോലെ മറ്റുള്ളതൊക്കെ നമുക്കിങ്ങനെ ഇതേപോലെ പൊതിഞ്ഞെടുക്കാം. അതെല്ലാം ഞാനിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കൻ കാലുമ അതൊക്കെ ശരിക്കും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 2 മുട്ട വേണം, റവ വേണം. റവക്ക് പകരം ഇനി വേണമെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോൾ അവിടെ റവയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോൾ അതാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ റവ എടുക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. കട്ലറ്റൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിൽ മുക്കിയിട്ട് റവയിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചു കോരിയാണ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ മുട്ടയിലേക്ക് ഞാനൊന്നും ഇടുന്നില്ല, ഈ മുട്ട മാത്രം മതി. ഇനിയിപ്പോൾ ഇതേപോലെ ഈ ചിക്കൻ കാലെടുത്തിട്ട് ഇങ്ങനെ നല്ലോണം മുട്ടയിൽ മുക്കി കൊടുത്തിട്ട് ആ റവ അതിൻ്റെ മേലെ കൂടെ ഒന്നിങ്ങനെ കവർ ചെയ്തെടുക്കുക. ഇനി ഓട്സ് ആണെങ്കിൽ ഓട്സ് എടുക്കുക, അല്ലെങ്കിൽ മറ്റെന്താ നമുക്കുള്ളത് വെച്ചാൽ അതൊക്കെ എടുക്കുക. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നുമില്ല, അപ്പോൾ ഇവിടെ റവയാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ റവ എടുക്കുന്നത്. ഇതേപോലെ മറ്റുള്ളതൊക്കെ അങ്ങനെ ചെയ്ത് എടുത്തിട്ട് പൊരിച്ചു കോരി എടുക്കുക. ഇപ്പം ഇതിനെ ഞാൻ എല്ലാത്തിനും റവയിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഒരു 2-3 ഇട്ടിട്ട് പൊരിച്ച് കോരാം, അതാണ് ഏറ്റവും സുഖം. കൂടുതൽ വെച്ചിട്ടിട്ടാൽ പിന്നെ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴൊക്കെ അത് പൊട്ടൂലേ, അതുകൊണ്ട് അങ്ങനെ വേണ്ട. ഇത് 3 ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പൊരിച്ച് കോരിയെടുക്കാം. ഇതിനിപ്പോൾ ഇത്ര നേരം ഇടണം വെളിച്ചെണ്ണയിൽ, എണ്ണയിൽ ഇങ്ങനെ എത്ര നേരം ഒരു സൈഡ് ഇടുക അങ്ങനെയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടാൽ നമുക്കറിയാമല്ലോ. ചിക്കനും ശരിക്ക് പൊരിച്ച് ആദ്യം കോരിയതാണ്. പിന്നെ ബാക്കിയുള്ള ആ പിന്നെ സവാളകളും എല്ലാം കൊത്തിയരിഞ്ഞത് മുഴുവൻ ശരിക്ക് വേവിച്ചെടുത്തതാണ്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുത്തിട്ടതിന് ശേഷം ഒന്ന് കോരിയെടുക്കുക. നമുക്ക് ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. ആ റവ മാത്രമേ പച്ചയുള്ളൂ, അത് മാത്രം ഒന്ന് മരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് അതാണ്ട് കോരിയെടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങാണെങ്കിൽ അതും പുഴുങ്ങിയെടുത്തതാണ്, അതുകൊണ്ടും കുഴപ്പമില്ല. അതും ഇനി കുറേ സമയം ഇടണമെന്നൊന്നുമില്ല. ഇനി ഇതുപോലെ എല്ലാം അങ്ങോട്ട് പൊരിച്ച് കോരിയെടുക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ അവസാനത്തതും പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഒരു പാത്രത്തേക്ക് മാറ്റുകയാണ്. കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്നോട്, പേരക്കുട്ടികൾ അവർക്ക് കൊടുക്കട്ടെ, വേഗം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് കൊടുക്കണം. ഇതിങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടാവും ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ അവർക്ക് ഓരോന്ന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഫോട്ടോ എടുത്തിട്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതൊന്ന് പൊട്ടിച്ച് നോക്കണമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റാണ് കണ്ടോ. കുറേശ്ശെ എരിവുള്ളൂ. ഇത് കൂടുതൽ എരിവിടാത്തതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ. നല്ലോണം എരിവിട്ടാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.